പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. UDF ഭരണകാലത്ത് 1 മണിക്കൂർ മുതൽ പവർ കട്ട് സ്ഥിരമായിരുന്നു. കൂടാതെ അപ്രഖ്യാപിത പവർ കട്ടും. ഈ അവസ്ഥയ്ക്കാണ് LDF സർക്കാർ മാറ്റം വരുത്തിയത്. ഒരിക്കൽ വൈദ്യുതി ക്ഷാമവും ലോഡ് ഷെഡിംഗും പതിവായിരുന്ന സംസ്ഥാനമായിരുന്നു കേരളം. വേനൽക്കാലങ്ങളിൽ മണിക്കൂറുകളോളം നീണ്ട പവർ കട്ട് ജനജീവിതത്തെയും വ്യവസായ രംഗത്തെയും ബാധിച്ചിരുന്നു. എന്നാൽ പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി രംഗത്ത് സമഗ്ര ഇടപെടലുകൾ നടപ്പാക്കി. ഇന്നത്തെ കേരളത്തിൽ ജനിച്ച പുതിയ തലമുറയ്ക്ക് പവർ കട്ട്, ലോഡ് ഷെഡിംഗ് എന്ന അനുഭവം പോലും പരിചിതമല്ലാത്തതായി മാറി. വൈദ്യുതി ക്ഷാമം ഇല്ലാതാക്കാൻ ദീർഘകാല പദ്ധതികളോടെയാണ് സർക്കാർ മുന്നോട്ടു പോയത്. ഊർജ്ജ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതിലൂടെ ഉൽപാദനവും വിതരണവും ശക്തിപ്പെടുത്തി. ഈ സർക്കാരിന്റെ കാലത്ത് ഉൽപാദന മേഖലയിൽ 2160 മെഗാവാട്ട് ഉൽപാദനം നടത്തിയിട്ടുണ്ട്. പകൽ സമയത്ത് വൈദ്യുതി ചാർജ് കുറച്ച നടപടി രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായ ഇടപെടലാണെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നു. പവർ കട്ടിൽ ഉൽപാദന മേഖലയിൽ 2160 മെഗാവാട്ട് ഉൽപാദനം നടത്തിയിട്ടുണ്ട്. അതേപോലെ പകൽ സമയത്ത് ആദ്യമായി വൈദ്യുതിക്ക് ചാർജ് കമ്മിയാക്കിയത് കേരളത്തിലാണ്, ഇന്ത്യയിൽ തന്നെ. അതുകൊണ്ടാണ് സർ ഈ വൈദ്യുതി ഉൽപാദന മേഖല അതേ ഹൈഡ്രോ പ്രോജക്ട് 171 മെഗാവാട്ട് ഇപ്പോൾ പള്ളിവാസൽ 2-ാം തീയതി ഉദ്ഘാടനം നടത്താനും പോവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് കമ്മിയാക്കാൻ സാധിക്കും. വൈദ്യുതി രംഗത്തെ വികസനത്തിന്റെ പ്രധാന ഉദാഹരണമായി പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയെ ചൂണ്ടിക്കാട്ടും. 60 മെഗാവാട്ട് വൈദ്യുത ഉൽപാദന ശേഷിയുള്ള പദ്ധതിയിലൂടെ പള്ളിവാസൽ ജലാശയത്തിലെ അധിക ജലലഭ്യത പ്രയോജനപ്പെടുത്തി പ്രതിവർഷം ഏകദേശം 153.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. വേനൽക്കാലത്ത് പോലും ഉൽപാദനം തുടരാനാകുന്ന പദ്ധതിയാണിത്. ഇതോടെ പവർ കട്ടില്ലാതെ 1 ദശാബ്ദം പിന്നീട് കേരളം ഊർജ്ജ മേഖലയിൽ സ്ഥിരത കൈവരിച്ച സംസ്ഥാനമായി മാറി. ആ ഇരുണ്ട കാലത്തിലേക്ക് തിരിച്ചുപോകാൻ കേരളം ഇനി ആഗ്രഹിക്കുന്നില്ലെന്നതാണ് വൈദ്യുതി രംഗത്തെ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി.